നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഹിന്ദിയിലെ ക്രിയയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിയയെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. കർമ്മ കെ ആധാർ പർ, പ്രयोग या रचना के आधार पर, अर्थ के आधार पर. അതിൽ രണ്ടാമത്തെ ഭേദമായിട്ടുള്ള പ്രयोग या रचना के आधार पर 7 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭേദം സാമാന്യ ക്രിയ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സാമാന്യ ക്രിയയാണ്. എന്താണ് സാമാന്യ ക്രിയ? जहाँ केवल एक ही क्रिया का प्रयोग होता है സാമാന്യ ക്രിയ कहलाता है. എന്താണ്? എവിടെ നമ്മൾ ഒരു ക്രിയ മാത്രം പ്രയോഗിക്കുന്നു അതിന് നമ്മൾ എന്ത് പറയും? സാമാന്യ ക്രിയ എന്ന് പറയും, അല്ലേ? ഒരു വാക്യത്തിൽ ഒരു ക്രിയ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറയും. ഒരു വാക്യത്തിൽ ഒരു ക്രിയ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറയും. ഉദാഹരണം നമുക്ക് നോക്കാം. ബാലക് റോത്താ ഹേ, രാഹുൽ പഠിത്താ ഹേ, മേം ഖാത്താ ഹൂം, വോ ആത്താ ഹേ, രമ ലിഖ്തി ഹേ. ഇവിടെയൊക്കെ എന്താണ്? റോന, പഠന, ഖാന, ആന, ലിഖ്ന ഇവയൊക്കെ എന്താണ്? ക്രിയയുടെ സാമാന്യ രൂപങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാമാന്യ ക്രിയ എന്ന് പറയുന്നത്. ഈ വാക്യങ്ങളിലൊക്കെ ഒരു ക്രിയ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ സാമാന്യ ക്രിയയാണ്. റോന, പഠന, ഖാന, ആന, ലിഖ്ന ഇവയൊക്കെ എന്താണ്? സാമാന്യ ക്രിയക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാമാന്യ ക്രിയ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഭേദമായിട്ടുള്ള സഹായക്രിയ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.